ആ നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു കേട്ടോ നമ്മൾ ഒരു 734 സ്ക്വയർ ഫീറ്റിൽ അടിത്തറ ചെയ്തു. മേൽത്തറ 420 ചെയ്തൊരു തറയുടെ വീഡിയോ 3 ദിവസം മുമ്പ് ചെയ്യുന്നു. അതിന് മേലെ എങ്ങനെ ബെൽറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പലയാണോ കട്ടയാണോ നല്ലതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കട്ട കെട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ ബെൽറ്റ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ ബെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട കെട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ വർക്ക് കഴിയാറായി, കുറച്ചേ ഉള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 സൈഡിലും കട്ട കെട്ടി 4 ഇഞ്ച് കണക്കിൽ 2 ഇഞ്ച് വീതിയിൽ കട്ട 2 സൈഡ് കെട്ടി. ഇത് പലയടിക്കുന്നേക്കാളും നല്ലതാണ്. കാരണം ഇതിലുള്ള ഈ ചാറുകൾ അടിപ്പിക്കാണ്ട് ഈ കൊഴുപ്പുകൾ ഇതിലുള്ള ഈ മറ്റൊരു കാണുന്ന സിമെൻറ്റ് ചാറൊന്നും പുറത്തേക്ക് പോകുന്നതല്ല. ഇത് ഇതിൽ തന്നെ കിടന്ന് സെറ്റ് ആവേണ്ടതാണ്. പലയടിക്കുമ്പോൾ സൈഡിൽ കൂടെ ഒക്കെ പോവുകയും ചെയ്യും. നമുക്ക് വേണ്ടത് കോൺക്രീറ്റ് സ്ട്രോങ് ആവാനുള്ളതാണ്. അത് ബെൽറ്റ് നമ്മൾ അടിത്തറ പറയുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അത് മേൽത്തറി സ്ട്രോങ് ആവണം. ബെൽറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചുമരിന് സ്ട്രോങ്, അതായത് അടിത്തറയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പൊട്ട് വന്നാൽ നേരെ അത് ചുമരിനെ ബാധിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മേൽത്തറയിൽ നമ്മൾ ബെൽറ്റ് കൊടുക്കുന്നത്. പിന്നെ ഭൂമിയുടെ അടിയിൽ ബെൽറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഭൂമി കംപ്ലൈൻ്റ് ഉള്ളതായിരിക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അടിഭാഗം 1.5 അടി താഴ്ത്തിയപ്പോൾ നല്ല വെട്ടിക്കൽ പ്രദേശമാണ്. അതുകൊണ്ട് നമുക്കിവിടെ 4 ഇഞ്ച് ബെൽറ്റ് മതി. ഈ ബെൽറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ കട്ടകെട്ടി ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 8 mm കമ്പിയാണ് മെയിൻ ബാറായിട്ട്. റിങ്ങിന് 6 mm കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ കാര്യം ചെയ്തത് നമ്മളിതിൻ്റെ കമ്പി റിങ് അടിച്ചിട്ട് അകലം വെച്ചിരിക്കുന്നത് 8 ഇഞ്ച് അകല. സാധാരണ 9 ഇഞ്ച് കൊടുക്കുന്നവരുണ്ട്, 11 കൊടുക്കുന്നവരുണ്ട്. പക്ഷേ അത് വേണ്ട, നമ്മൾ 8 ഇഞ്ച് അകലത്തിൽ അത് കൊടുക്കാൻ വേണ്ടി സ്ട്രോങ് ആണ്. ചിലപ്പോൾ 1-2 കമ്പി കൂടുമായിരിക്കും. അത് നമ്മൾ നോക്കണ്ട. കാരണം നമ്മൾ ഈ തറയുടെ അടിത്തറ ബലപ്പെടുത്തി നന്നായി ചെയ്തു. അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, ബെൽറ്റ് ക്രാക്ക് വന്നാൽ മേലെ ബാധിക്കരുത്, അതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ബെൽറ്റ് നമുക്ക് സ്ട്രോങ് ആവണം. അപ്പോൾ അതിലിടുന്ന കമ്പി നന്നായിരിക്കണം. കമ്പി നല്ല ബ്രാൻഡഡ് കമ്പി മേടിക്കുക. ഈ പാലക്കാടൻ മെറ്റീരിയലൊന്നും വയ്ക്കാതിരിക്കുക, നല്ല കമ്പി മേടിച്ചിടുക. കാരണം സാധാരണ കമ്പിയും ബ്രാൻഡഡ് കമ്പിയും തമ്മിൽ ചിലപ്പോൾ 5-6 രൂപയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ആ ലാഭം നോക്കണ്ട. ഇത് എല്ലാം താങ്ങി ഫുൾ ലോഡ് താങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് കൂട്ടിടുമ്പോൾ, കോൺക്രീറ്റ് കൂട്ടിടുമ്പോൾ 1 ചട്ടി സിമെൻറ്റിന് 2 ചട്ടി മണ്ണ് 4 ചട്ടി മെറ്റൽ, ആ അളവിലാണ് ചെയ്യുക. അതാണ് കറക്റ്റ്. അപ്പോൾ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊക്കെ ഇടുമ്പോൾ 5 ചട്ടി നമ്മൾ 5 കൊട്ട മെറ്റലിടും, അതിടരുത്. മണ്ണിടും, അതിടരുത്. നമ്മൾ 4 കൊട്ട മണ്ണേ ഇടാവോ, അതേ ജംസാൻഡ് ഇടാവോ, 8 കൊട്ട മെറ്റലിട്ടോളാം. എന്നിട്ട് നമ്മൾ കറക്റ്റും, അതാണ് നല്ലത്. അതിന് ഒരു അളവുണ്ട്, കുറേ കുത്തി നിറച്ചിടരുത്. അത് ഒരു ചാക്കിനാണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടോ, 4 കൊട്ട മണ്ണ്, 8 കൊട്ട മെറ്റൽ, 1 ചാക്ക് സിമെൻറ്റിനൊക്കെ കണക്കിലേക്ക് വരുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കോൺക്രീറ്റ് നമ്മൾ ഈ ട്രാക്കിലേക്ക് ചെരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. 1 ഇഞ്ച് കമ്പിക്ക് കവറിങ് കൊടുക്കുക, ടോപ്പിലും മേലും. ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിന് വൈബ്രേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൈ തന്നെയാണ് വൈബ്രേഷൻ. ഇതുകൊണ്ട് കൊലരോട് നന്നായി കുത്തി തന്നെ ടൈറ്റ് ചെയ്ത് എയർ ടൈറ്റ് ആകാം. ചെയ്ത് ചെയ്യണം. മെറ്റൽ കറക്റ്റ് ഒരു 3/4 ഇഞ്ച് മെറ്റൽ തന്നെ കറക്റ്റ് അല്ല വരുന്നത്. അപ്പോൾ ചിലർ പട്ടിനാവ് പോലെ ചില മെറ്റലുകൾ, അപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കൊഴുപ്പ് കൂടും, മെറ്റൽ കെട്ടുണ്ടായി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടേണ്ട അളവുകൾ ഇതാണ്. നമ്മളെപ്പോഴും ഇടുമ്പോൾ 1-4 നോക്കിയൊന്നുമില്ല, മണ്ണ് ഓവറാക്കുക. നമുക്ക് കളി കൂടുതലാണെങ്കിൽ മണ്ണ് കൂടുതൽ കയറ്റരുത്. ഇപ്പോൾ മെറ്റൽ തന്നെയാണ് കൂടുതൽ വരേണ്ടത്. മെറ്റലുണ്ടെങ്കിൽ സ്ട്രോങ് ആവുള്ളൂ, മനസ്സിലാവുള്ളൂ. പിന്നെ കമ്പി നമ്മൾ കോൺക്രീറ്റിന് സിമെൻറ്റ് കറക്റ്റ് ഇട്ടു, മെറ്റൽ കറക്റ്റ് ഇട്ടു, മണ്ണ് കറക്റ്റ് ഇട്ടു, കമ്പി നല്ലതിടാം. നല്ല കമ്പി ഇട്ടിട്ട് ചെയ്യുക. അകലങ്ങൾ നോക്കുക. 4 ഇഞ്ച് കനത്തിന് നമുക്ക് 8 mm 10 mm ഒക്കെ ഉപയോഗിക്കാം. 4 ഇഞ്ചിൽ ഇപ്പം ഏകദേശം 4.5 ഇഞ്ച് കനം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി
ഇതുപോലെ കൊണ്ട് ഇതുപോലെ ഉണ്ട് കൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ കെട്ടിയ കവർ ചെയ്യുന്ന രീതിയിൽ ഈ സിമെൻറ്റ് ചാക്ക് കൊണ്ടുവന്ന് ലെവലിൽ നിരത്തി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇതടിയും തന്നില്ല അങ്ങ് പഠിച്ചതോ അപ്പോൾ ശരിയാവും. രണ്ട് വട്ടം കവർ ചെയ്യുന്ന രീതിയിൽ കോൺക്രീറ്റ് കറക്റ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം ചൂലെടുത്ത് ചൂല് ഇവിടെ എന്തിനാണ് ചൂലെടുത്തിട്ടേ ഇതിൻ്റെ മേലെ ഇപ്പോൾ ലെവലിൽ കഴിഞ്ഞ ഭാഗമാണ് കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗമാണ് ഈ ചൂലെടുത്തിട്ട് നമ്മൾ വലിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് ഗ്രിപ്പിട്ട് കൊടുക്കുക. അതേമാതിരി കണ്ടോ ഇതുമാതിരി ഗ്രിപ്പിട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മേലെ ചുമരി കിട്ടുമ്പോൾ ഫസ്റ്റ് ലെയർ കരക്കനിടുമ്പോൾ പിടിക്കാണ്ട് ഗ്രിപ്പ് വേണം, ഒരു നിമിഷം വരാതിരിക്കാനാണ് ഇതിങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യാം. ബെൽറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടിത്തറ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കോൺക്രീറ്റിന് കറക്റ്റ് ശ്രദ്ധിക്കുക. കമ്പി നല്ല കമ്പിയിടുക. അവർ ഉപയോഗിക്കുന്ന എം സാൻഡ് നല്ല പൗഡർ ഇല്ലാത്ത നല്ല തരിയുള്ളത് എം സാൻഡ് വാർക്കയ്ക്ക് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ മെറ്റൽ 4 ഇഞ്ച് മെറ്റലൊന്നും എന്തായാലും എത്ര നമ്മൾ പറഞ്ഞാലും ചെറിയ പൊടിയൊക്കെ കയറി വരുന്നുണ്ട്, എങ്കിലും ശ്രദ്ധിക്കുക. സിമെൻറ്റ് 124 ഇടാൻ ശ്രമിക്കുക. നല്ല സിമെൻറ്റ് ഉപയോഗിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ സിമെൻറ്റിനെ കുറിച്ച്. ഇതുപോലെ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭൂമി വാങ്ങിച്ചു. ഇന്ന് ഭൂമിയെ സംബന്ധിച്ചോളം നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇന്നത്തെ കാലാവസ്ഥ പ്രശ്നങ്ങൾ, ഭൂമി കുഴപ്പം, ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ അല്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ബെൽറ്റ് കൊടുക്കണത് നല്ലതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അടിത്തറയും ബെൽത്തറയൊക്കെ നന്നായി ചെയ്തു എന്നൊക്കെ ഉള്ളത് ശരിയാണ്, നല്ല വിശ്വാസത്തോടുകൂടി ചെയ്തു. പക്ഷേ നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഇന്ന് മനുഷ്യന് തന്നെ ഗ്യാരണ്ടി ഇല്ല. ഒക്കെ ചൈനയിൽ നിന്ന് മേടിക്കുന്ന ഉൽപ്പന്നം പോലെയാണ് നമ്മൾ എല്ലാവരും മനുഷ്യൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നന്നായി ബലപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരെ, അത് ഈ വർക്ക് ഇവിടെ അവസാനിക്കണം. ഇത് പൂർണ്ണ തറയുടെ ഉയരം കഴിഞ്ഞ് ഇനി ഇതിൽ മണ്ണിട്ട് കലക്കണം. അതുകൊണ്ടുകൂടി ഇവിടെ നമ്മൾ ഏറ്റെടുത്ത വർക്കുകൾ അവസാനിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.